പ്രൈസ് ദി ലോർഡ്. മനോഹരമായ ഒരു പ്രഭാതയാമം തിരുവചനത്തെ ധ്യാനിപ്പാൻ, ഒന്നായി ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിച്ചറിയുവാൻ കർത്താവ് നമുക്ക് വീണ്ടും ദാനമായി തന്ന ദൈവസ്നേഹത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മോട് കൃപാലുവായ ദൈവം വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ ആലോചന നമ്മെ അറിയിക്കുകയും അനുഗ്രഹിക്കുകയും കൃപകളെ വാരി കോരി നമുക്ക് തരികയും ചെയ്യുന്നതായ ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യട്ടെ. ഈ പ്രഭാതയാമത്തിൽ തിരുവചന ധ്യാനത്തിനായി ദൈവവചനത്തിൽ നിന്നൊരു വേദഭാഗം വായിക്കാം. ദാനിയേൽ പ്രവചനം 10-ാം അധ്യായം 11-ാം വാക്യം. അതിങ്ങനെ വായിക്കുന്നു: അവൻ എന്നോട്, ഏറ്റവും പ്രിയപുരുഷനായ ദാനിയേലേ, ഞാൻ നിന്നോട് പറയുന്ന വചനങ്ങളെ ശ്രദ്ധിച്ച് കേട്ട് നിവർന്ന് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിവർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനോട് മാത്രമേ ദൈവത്തിന് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അതിനു മുമ്പുള്ളതായ വചനത്തിൽ നാം വായിക്കുമ്പോൾ, ദൈവശബ്ദം കേട്ടപ്പോൾ ദാനിയേൽ ബോധം കെട്ട് നിലത്തു വീണ് കിടക്കുന്ന ദാനിയേലിനോട് ദൈവം തൻ്റെ ദൂതനെ അയച്ച് അവനോട് പറയുകയാണ്: ദാനിയേലേ, നീ വീണ് കിടക്കരുത്, നീ എനിക്ക് ഏറ്റവും പ്രിയനായ പുരുഷനാണ്. എൻ്റെ വചനം ശ്രദ്ധയോടെ കേട്ട് നിവർന്ന് നിൽക്കുക. ആ വാക്യത്തിൻ്റെ അവസാനത്തിൽ, എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ വിറച്ചും കൊണ്ട് നിവർന്നു നിന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ, അത് നാം ശ്രദ്ധിച്ച് കേൾക്കുമ്പോൾ നമുക്ക് നിവർന്ന് നിൽക്കുവാനുള്ളതായ ഒരു കൃപ ദൈവം തരും. അതേ അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ 19-ാം വാക്യത്തിലും നാം വായിക്കുമ്പോൾ, നിവർന്നു നിന്നതായ ദാനിയേലിനെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തൊട്ട് അവനോട് പറയാണ്: നീ ബലപ്പെട്ട് നിൽക്കുക, നീ സമാധാനമായിരിക്കുക എന്ന് ദാനിയേലിനോട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നിവർന്നു നിൽക്കുന്നവർക്ക് ബലം പകരുന്ന ദൈവത്തിൻ്റെ സ്നേഹം. കഴിഞ്ഞ പ്രഭാതത്തിൽ തിരുവചനത്തെ ധ്യാനിക്കയിൽ കർത്താവും 3 ശിഷ്യന്മാരും കൂടെ മറുരൂപമലയിലേക്ക് പോയ സംഭവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുകയുണ്ടായി. അവിടെ വെച്ച് ദൈവശബ്ദം കേട്ടതായ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീനെന്ന് പത്രോസും യാക്കോബും യോഹന്നാനും കേട്ടപ്പോൾ അവർ ബോധം കെട്ട് താഴെ വീണുപോയി. എന്നാൽ അവരെ വീണവരായിട്ട് കർത്താവ് വിട്ടേച്ചു പോയില്ല. പെട്ടെന്ന് കർത്താവ് അവരുടെ അടുത്ത് വന്ന് അവരെ തൊട്ട് എഴുന്നേൽപ്പിച്ച് അവരോട് പറഞ്ഞു: എഴുന്നേറ്റിരിക്കുക, ബലപ്പെട്ടിരിക്കുക, വീണു പോകാതെ. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ 20-ാം സങ്കീർത്തനത്തിൽ താൻ ഇങ്ങനെ സങ്കീർത്തനം രചിക്കുകയാണ്: ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു. 7-ാം വാക്യം, 20-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അതിൻ്റെ തൊട്ട് താഴെയുള്ള വാക്യം വളരെ മനോഹരമായ ബ്യൂട്ടിഫുൾ വേഴ്സ്. അതിങ്ങനെ കുറിക്കുകയാണ്: അവർ കുനിഞ്ഞു വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന ജനങ്ങൾക്ക് എഴുന്നേറ്റ് നിവർന്നു നിൽക്കുവാൻ ദൈവം ഒരു ബലം കൊടുക്കുന്നു. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്നവർ കുനിഞ്ഞു വീണു പോകുന്നു. അപ്പോസ്തലനായ പൗലോസ് സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ എഴുന്നേറ്റ് നിൽക്കുന്നവരെക്കുറിച്ച് പല കാര്യങ്ങളിൽ അവരെ ബലപ്പെടുത്തുന്നുണ്ട്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ അവരോട് ആവശ്യപ്പെടുന്നു. നീതിയിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ അവരോട് ആവശ്യപ്പെടുന്നു. കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതായ ഒരു വിശ്വാസം നമ്മളെ എഴുന്നേൽപ്പിച്ച് നിർത്തുമാറാക്കും
എന്ന് സഭകളോട് പത്രോസും അപ്പോസ്തലനായ പൗലോസും ഒക്കെ അവരെ ഉപദേശിക്കുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതായ ഒരു വിശ്വാസം, ആ വചനം കേൾക്കുമ്പോൾ മനുഷ്യർ എത്രമാത്രം ദൈവത്തെ വിശ്വസിച്ചിരുന്നു എന്ന് നമുക്ക് പല ചരിത്രങ്ങളും വായിക്കുമ്പോൾ രോമാഞ്ചം കൊണ്ടുപോകും. ഒരിക്കൽ റുമാനിയ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിൽ ക്രിസ്ത്യാനികൾ വളരെ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടതായ ചരിത്രങ്ങൾ നമുക്ക് വായിച്ചറിയാൻ കഴിയും. റുമേനിയയിൽ ക്രിസ്ത്യാനികൾ അനുഭവിച്ചതായ പാടുകൾക്കിടയിൽ അവർക്ക് അവരുടെ വിശ്വാസത്തെ ത്യജിക്കുവാൻ ഒരവസരം അവർക്ക് കൊടുത്തു. അതിൽ പ്രധാനിയായ ഒരു കൂട്ടം രക്തസാക്ഷികളായി വധിക്കപ്പെടുവാൻ നിയോഗിച്ചതായ ഒരു കൂട്ടം മനുഷ്യ, അല്ലെങ്കിൽ ചിലരുടെ നേതാവ്, അധ്യക്ഷനായി ഒരുത്തൻ വന്ന് അദ്ദേഹം മുൻപോട്ട് വന്ന് അദ്ദേഹം പറഞ്ഞു, അടുത്ത നിമിഷത്തിൽ ആകാശത്തുനിന്ന് തീ ഇറക്കുവാനും അടുത്ത നിമിഷത്തിൽ ഈ ഭൂമിയിൽ അത്ഭുതങ്ങളും പ്രതിഭാസങ്ങളും സൃഷ്ടിക്കുവാൻ ഞങ്ങൾക്കൊരു പക്ഷെങ്കിൽ ദൈവം വരം തന്നു ഇരിക്കട്ടെ. അങ്ങനെ വരം നൽകിയാൽ ഞങ്ങൾ ആ വരത്തെ തിരസ്കരിക്കും. കാരണം ആ വരം ഏറ്റപ്പെട്ടവരായി കഷ്ടങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ ഞങ്ങൾക്കിടയാകരുത്. അതിനേക്കാൾ നല്ലത് കർത്താവിന് വേണ്ടി മരിക്കുന്നതാണ്. നോക്കൂ, എത്ര വലിയ തീഷ്ണതയേറിയ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതായ ആ വിശ്വാസത്തിൻ്റെ തീഷ്ണത മനുഷ്യഹൃദയങ്ങളിൽ എത്ര ഭംഗിയായിട്ട് ശക്തിയോടെ വ്യാപരിച്ചിരുന്നു എന്ന് അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വളരെ അതിശയകരമായി പോകും. ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മോട് പറയുകയാണ്, നാം വീണ് കിടക്കുന്നവരായിട്ടല്ല, എഴുന്നേറ്റ് നിൽക്കുന്നവരാകണം. എങ്ങനെ എഴുന്നേറ്റ് നിൽക്കാം? ഇവിടെ നാം വായിച്ചതായ വേദഭാഗത്തിൽ അവർ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ദാനിയേൽ നിവർന്ന് നിൽക്കുവാൻ അവനൊരു ബലം കിട്ടി, ഒരു ചൈതന്യം വന്നു. അതുവരെയും തളർന്ന ഹൃദയത്തിൽ, തളർന്ന ശരീരത്തിൽ ഒരു വലിയ ബലം വസിക്കുന്നതായി, വ്യാപരിക്കുന്നതായി ദാനിയേലിന് അനുഭവപ്പെട്ടു. അവൻ എഴുന്നേറ്റ് നിന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസിൻ്റെ ലേഖനങ്ങളിലൊക്കെയും കൊരിന്ത്യ സഭയോട് താൻ ശക്തിയായി പറയുകയാണ്, വിശ്വാസത്തിൽ നിലനിൽക്കണം, ഉറച്ചു നിൽക്കുക, തീഷ്ണത കാണിക്കുക, പുരുഷത്വം കാണിപ്പീൻ. കഷ്ടതകൾക്ക് മുമ്പിൽ നിങ്ങൾ നിങ്ങളുടെ മുഖത്തെ ക്ഷീണിപ്പിച്ച് കാണിക്കരുത്. സന്തോഷത്തോടുകൂടി കഷ്ടങ്ങൾ ഏറ്റുവാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കുവാനുള്ളതായ ബലം നമുക്ക് ദൈവം തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശ്വാസ ജീവിതം കഷ്ടതയുടെ പാതയാണ്, കണ്ണുനീരിൻ്റെ പാതയാണ്. പക്ഷെങ്കിൽ ഉറച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ സങ്കടങ്ങൾ മാറ്റുവാൻ, അവരെ തൊട്ട് സൗഖ്യമാക്കുവാൻ കർത്താവ് നമ്മോടുകൂടെ ഉണ്ടെന്നുള്ളതായ ഒരു വിശ്വാസം സകല തളർന്നു പോകുന്ന സന്ദർഭങ്ങളിലും നമുക്ക് ബലം പകരും, ചൈതന്യം വരുത്തും. നമ്മുടെ കുഞ്ഞുങ്ങളും തലമുറകളും കാങ്കെ ദൈവശക്തി നമ്മളിന്മേൽ വ്യാപരിക്കുന്നത് അക്ഷരീയമായിട്ട് അവർ കാണുമ്പോൾ അങ്ങനെയാണ് ഒരു തലമുറയുടെ നിലനിൽപ്പ്. ദൈവശക്തിയുടെ യഥാർത്ഥമായ മുഖത്തെ നമ്മുടെ കുഞ്ഞുങ്ങൾ കാണുമ്പോൾ കഷ്ടങ്ങളുടെ മുൻപിൽ വിമുഖതരായിട്ടല്ല, അഭിമാനത്തോടെ കർത്താവിനെ നോക്കി കർത്താവിന് വേണ്ടി സാക്ഷിയായി അവൻ്റെ മുഖത്തെ അന്വേഷിച്ച് അവൻ നടത്തുന്ന പാതകളിൽ സന്തോഷമുള്ളവരായി എത്ര പ്രയാസങ്ങൾ ഏറിയാലും അവിടെയൊക്കെയും പിടിച്ചു നിൽക്കുന്നതായ ഒരു ബലം നമ്മുടെ സന്തതികൾ കാണുമ്പോൾ അവരിലും ശക്തി വ്യാപരിക്കും. ഒരു വലിയ പുതുബലം അവരിലേക്ക് നമ്മൾ പകരുകയായി. ഇല്ലായെങ്കിൽ നമ്മുടെ ബലഹീനതകൾ നമ്മുടെ വിശ്വാസത്തെ കൊന്നൊടുക്കുന്നതായി തീരും. യെരമ്യാ പ്രവാചനത്തിലും മറ്റ് പ്രവചന പുസ്തകങ്ങളിലും ലേഖനങ്ങളിലുമൊക്കെ നമുക്ക് ഉത്തേജനം പകരുന്നതായ പല ചോദ്യങ്ങളുണ്ട്. കാലാളുകളോടുകൂടെ ഓടിപ്പോയി നീ ക്ഷീണിച്ചു പോയാൽ കുതിരപ്പടയോടുകൂടെ എങ്ങനെ ഓടും? ഒരു കുതിരപ്പട നിൻ്റെ മുൻപിൽ അതിനോടൊപ്പം ചേർത്ത് നിന്നെ ഓടുവാൻ വേണ്ടി കെട്ടിയിട്ട് നിന്നെ ഓടിച്ചാൽ നീ എങ്ങനെയാണ് ഓടുക? പഴയ കാലത്ത് അനേക കഷ്ടങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു. കുതിരയോട് ചേർത്തൊരു നുകത്തിൽ വിശ്വാസവീരന്മാരെ ചേർത്ത് കെട്ടും. അതിനുശേഷം ആ കുതിര ആ മനുഷ്യനെയും വലിച്ചും കൊണ്ട് ഓടും. നോക്കൂ, അത് കണ്ട് രസിക്കുന്നതായ അനേക ക്രൂര ചിന്താഗതിക്കാരുണ്ടായിരുന്നു. വിശ്വാസത്തിന് വേണ്ടി ദൈവമക്കൾ അനുഭവിച്ചതായ കഷ്ടതയുടെ പാതകൾ
നമ്മൾ വായിച്ചു നോക്കുമ്പോൾ, തിരിച്ചറിയുമ്പോൾ നമ്മളിൽ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കും, രോമാഞ്ചം കൊള്ളിക്കും. എന്നാൽ അവിടെയൊക്കെയും കുതിരപ്പടയോടുകൂടെ ചേർന്നോടുവാൻ ദൈവമക്കൾക്ക് ദൈവം ബലം കൊടുത്തു. ശദ്രക്, മേശക്, അബേദ്നെഗോയുടെ കാര്യങ്ങളൊന്ന് നോക്കൂ. അവർ നെബൂഖദ്നേസർ രാജാവിനോട് പറയുന്നതായ ഒരു വാക്കുണ്ട്: ഈ അഗ്നികുണ്ഡത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ ഞങ്ങളുടെ ദൈവത്തിന് ശക്തിയുണ്ട്, ബലമുണ്ട്. ഒരു പക്ഷെങ്കിൽ ഞങ്ങളുടെ ദൈവം ഇറങ്ങി വന്ന് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ശരി, ഞങ്ങൾ ഏത് വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നുവോ ആ വിശ്വാസത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുകയാണ്: നീ തളർന്നവനാകരുത്, ഉറച്ചു നിൽക്കുക, എഴുന്നേറ്റ് നിൽക്കുക. നമുക്ക് തനിയെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുകയില്ല, നമ്മുടെ ബലം കൊണ്ട് എഴുന്നേൽക്കുവാൻ കഴിയുകയില്ല. എന്നാൽ തളർന്ന മനസ്സുകളെ ഉണർത്തുവാനും എഴുന്നേറ്റ് നിർത്തുവാനും ദൈവത്തിൻ്റെ വചനം നമ്മൾ കേൾക്കുക. ആ വചനം നമ്മളിൽ കേൾക്കുമ്പോൾ നമ്മളിൽ ഒരു ശക്തി വ്യാപരിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന വചനങ്ങൾ നമ്മുടെ കാതുകളിൽ കേൾക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു ഊർജ്ജം തരും. അങ്ങനെ ആഗ്രഹിക്കുന്ന വ്യക്തികളെ ദൈവം വന്ന് നേരിട്ട് തൊട്ടവരോട് പറയും: ബലപ്പെട്ടിരിക്കുക. ദാനിയേലിനോട് ബലപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ പുറകെ ദൈവം പറയുകയാണ്: സമാധാനമായിരിക്കുക. അപ്പോൾ ബലത്തോടുകൂടെ ദൈവം തരുന്ന വലിയൊരു ദാനമാണ് സമാധാനം, സന്തോഷം. നിന്റെ ബലത്തിൽ ദൈവം തന്നെ ബലപ്പെടുത്തുന്നതായ ആ ബലത്തിൽ നിനക്ക് വലിയൊരു ധൈര്യം ലഭിക്കുന്നു. അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞത് അതാണ്: എൻ്റെ കൃപ നിനക്ക് മതി. ആ കൃപ നിന്നെ ബലപ്പെടുത്തും, നിന്നെ ധൈര്യപ്പെടുത്തും. അവസാനം വരെ ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ഒരു പുതിയ അഭിഷേകം എൻ്റെ കൃപ നിനക്ക് തരും. ആ കൃപയിൽ അവരൊക്കെയും ആശ്രയിച്ചു. അവർ ദൈവത്തിൻ്റെ ബലത്തെയും ദൈവത്തിൻ്റെ സ്പർശനത്തെയും കണ്ട് അനുഭവിച്ചറിയുവാൻ അവർക്ക് ഭാഗ്യം ലഭിച്ചു. ആ ഭാഗ്യം ദൈവസന്നിധിയിൽ നിവർന്നു നിൽക്കുന്നവരായി തീരുന്നതിന് നമ്മെയും ദൈവം ഈ വചനങ്ങളാൽ സഹായിക്കുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ, നമ്മുടെ തലമുറകളെ സഹായിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു.